വിദ്യാർത്ഥികളെ, രണ്ടാം പാദ വാർഷിക പരീക്ഷ അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മക്കളെ. അതിനൊപ്പം നിങ്ങളുടെ മാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണെന്ന്. ഒന്നാം പ്രവർത്തനം നോക്കൂ, എന്താണ്, ഒരു പ്രദർശന നഗരിയുടെ രൂപരേഖ തന്നിരിക്കുകയാണ് അല്ലേ. അവിടെ എന്തൊക്കെയുണ്ട്? സർക്കസ് കൂടാരമുണ്ട്, ഭക്ഷണശാലയുണ്ട്, മാജിക് ഷോ വേദിയുണ്ട്, ഫാൻസി കടകൾ, ആകാശ ഊഞ്ഞാല്, പ്രവേശന കവാടം, സമ്മേളന വേദി. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഡയറക്ഷൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുകയാണ്, മാജിക് ഷോ വേദിയുടെ ഏതു ദിശയിലാണ് ഭക്ഷണശാല ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ദിശയിലാണ് ഭക്ഷണശാല? നിങ്ങൾക്കറിയാം ഭക്ഷണശാല എവിടെയാണെന്ന് നോക്കൂ. ഇതാണ് അല്ലേ, അതായത് മുകളിലായിട്ട് അല്ലേ. ഏത് ഭാഗത്താണ്? നോക്കൂ, എവിടെയാണ്? വടക്ക് അല്ലേ. വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഭക്ഷണശാല, അതായത് നോർത്തിലാണ് ഭക്ഷണശാല. ഇനി ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ച് സമ്മേളന വേദിയിലെത്താം? സമ്മേളന വേദി ഏതാണെന്ന് നോക്കൂ അല്ലേ. ഇതാണല്ലേ. അപ്പോൾ നോക്കൂ, സമ്മേളന വേദി ഇതാണ് അല്ലേ. അപ്പോൾ ഏത് ദിശയിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് അവിടെ എത്താം? സൗത്ത്, തെക്ക് അല്ലേ. അവിടെ തെക്ക്. നമുക്ക് ആൻസർ ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതണം? സൗത്ത് എന്ന് എഴുതണം. ഭക്ഷണശാലയുടെ ഏത് ദിശയിലാണ് പ്രവേശന കവാടം? ഭക്ഷണശാലയുടെ ഏത് ഇതിലാണ്? അവിടെ നമുക്ക് നേരെ താഴെ കൊടുത്തേണ്ട ഏതാണ്? തെക്ക് അല്ലേ. അതും സൗത്ത് തന്നെയാണ്, തെക്ക്, അതായത് സൗത്ത്. ഇനി ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സർക്കസ് കൂടാരത്തിലെത്താം? ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് എത്തുന്നത്? ഡി. ഏതാണ്? വെസ്റ്റ് അല്ലേ, അതായത് പടിഞ്ഞാറ്. ഏതാണ്? പടിഞ്ഞാറ്. വെസ്റ്റ് ആണ് എഴുതേണ്ടത്, വെസ്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഫാൻസി കടകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? നോക്കൂ, ഫാൻസി കടകളിൽ നിന്നും ഏത് എത്താം? ഈസ്റ്റ് അല്ലേ, കിഴക്ക്. ഏതാണ്? കിഴക്ക്, ഈസ്റ്റ്. പ്രവർത്തനം 2. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം അംഗീകരിച്ച് ഗ്രാമസഭ ഓർ വാർഡ് സഭ അവസാനിച്ചു. ബില്ലുകൾ പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. അങ്ങനെ 2 ബോർഡുകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിൽ പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സഭ ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഏതാണ് പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടത്? ഗ്രാമസഭ. ഗ്രാമസഭ ഓർ വാർഡ് സഭ അല്ലേ. പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സഭ ഗ്രാമസഭ ഓർ വാർഡ് സഭ. ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ബി, ജനുവരി 25 സമ്മതിദാന ദിനമാണല്ലോ. ഇതിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മിട്ടു തയ്യാറാക്കിയ ആശയമാണ് താഴെ നൽകിയിരിക്കുന്നത്. കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നാണ് പറഞ്ഞത്. അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരവും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാം, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക അല്ലേ. അതായത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ആർക്ക് വോട്ട് ചെയ്യണം, ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പം സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്, നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ്. പിന്നെയോ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുപ്പ് അല്ലേ പങ്കെടുക്കാം. ഗവൺമെൻറ്റിന് എല്ലാവർക്കും ഈക്വാലിറ്റി, അതുപോലെ നിയമം നിർമ്മിക്കാൻ, നിയമ സംവിധാനത്തെ റെസ്പെക്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യും അല്ലേ. റെസ്പെക്ട് ദ ലോസ്. നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളുണ്ടോ അതൊക്കെ എഴുതാം അല്ലേ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത അല്ലേ, എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താൻ സാധിക്കും. എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെയോ നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താൻ സാധിക്കും. നമുക്ക് നീതിന്യായ വ്യവസ്ഥ അല്ലേ,
സ്വതന്ത്രമായ എന്താണ് ന്യായ വ്യവസ്ഥ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. പിന്നെ നമ്മളുടെ എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരിക. ജനങ്ങൾക്കാണെന്ത് ജനങ്ങൾക്കാണെന്ത് കൂടുതൽ അധികാരം, പരമമായ അധികാരം ആർക്കാണ്? അൾട്ടിമേറ്റ് പവർ ആർക്കാണ്? ജനങ്ങൾക്കാണ്. അപ്പോൾ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. ഏത് ഗവൺമെൻറ് വരണം എന്നുള്ളതും വോട്ട് ചെയ്യാനൊക്കെ നമുക്ക് അവകാശങ്ങളുണ്ട്. അപ്പോൾ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താൻ സാധിക്കും. നിയമപരമായ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്. സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. പ്രവർത്തനം 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കുറിപ്പിൽ എന്തൊക്കെ വരണം? നമ്മളുടെ ഖാദിയുടെ കാര്യം വരണം, ചർക്ക, പിന്നെന്താണ് നമ്മൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച സംഭവം അല്ലേ? ഗാന്ധിജി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് ബോയ്ക്കോട്ട് ചെയ്തു അല്ലേ? വിദേശ വസ്ത്ര ബഹിഷ്കരണം. പിന്നെയോ ഖാദി വസ്ത്രങ്ങളിടാം, ഫോറിൻ വസ്ത്രങ്ങളിടാതെ ഖാദി വസ്ത്രം ധരിക്കാനുള്ള പ്രോത്സാഹനം അല്ലേ? ഖാദി വസ്ത്രം ധരിക്കാൻ പ്രോത്സാഹനം കൊടുക്കുന്നത്. ഫോറിൻ വിദേശ വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു, ബോയ്ക്കോട്ട് ചെയ്തു. പിന്നെ ഈ ചർക്ക, പിന്നെ സ്വദേശി പ്രസ്ഥാനം അല്ലേ? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യനിൽ എന്താ നോക്കിയേ? തിരുവിതാംകൂറിൽ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് എഴുതിയാലും കിട്ടും. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് ആൻസർ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. മാർത്താണ്ഡവർമ്മ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പ്രവർത്തനം 4 നോക്കൂ. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂഖണ്ഡങ്ങളുടെ രൂപമുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചുമർപത്രിക തയ്യാറാക്കുകയാണ് മിയ. ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാൻ മിയയെ സഹായിക്കാമോ? അപ്പോൾ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് എന്ന് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കാണുന്നത് എന്താണ്? ഏഷ്യയാണ് അല്ലേ? രണ്ടാമത്തെ എന്താണ്? ബി കാണുന്ന എ ആയിട്ട് ഇവിടെ എ ആയിട്ട് ചോദിച്ചേക്കണേ. ആദ്യത്തെ എന്താണ്? ഏഷ്യ. രണ്ടാമത്തെ എന്താണ്? വടക്കേ അമേരിക്ക. ഇതേതാണ്? വടക്കേ അമേരിക്കയാണ്. വടക്കേ അമേരിക്കയാണ് അല്ലേ? അതായത് ഏതാണ്? നോർത്ത് അമേരിക്കയാണ്. വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയാണ്, വടക്കേ അമേരിക്കയാണ്. പിന്നെ അടുത്തത് ഏതാണ്? ബി ആയിട്ട് കാണുന്നത്? ഓസ്ട്രേലിയ അല്ലേ? ബി ഏതാണ്? ഓസ്ട്രേലിയ. സി ഏതാണ്? സി യൂറോപ്പ്. ഏതാണ്? യൂറോപ്പാണ്. ഡി ഏതാണ്? ആഫ്രിക്ക. ഡി ആഫ്രിക്ക. ഇ ഏതാണ്? തെക്കേ അമേരിക്ക, സൗത്ത് അമേരിക്കയാണ് അല്ലേ? സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക. ലാസ്റ്റ് കാണുന്നത് അന്റാർട്ടിക്ക. 7 ഭൂഖണ്ഡങ്ങൾ തന്നിട്ടുണ്ട്. ഭൂഖണ്ഡങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രവർത്തനം 5. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത സംവിധാനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ നോക്കൂ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഗതാഗത സംവിധാനം, മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്കു കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ ഗതാഗതം, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, മത്സ്യബന്ധനത്തിനു കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത മാർഗം. നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ജലഗതാഗതവുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്
എടുത്ത് എഴുതേണ്ടത്. ഒന്ന് എന്താണ്? ഏറ്റവും ജലഗതാഗതത്തിന് എന്താണ്? ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. പിന്നെ എന്താണ്? മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനമാണ് അല്ലേ? ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, മലിനീകരണം കുറവ്. പിന്നെന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ, ഷിപ്പിലൊക്കെ കൊണ്ടുപോകാം അല്ലേ, അനുയോജ്യമായ ഗതാഗതമാണ്. പിന്നെന്താണ്? മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത സംവിധാനമാണ്. അപ്പോൾ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെയാണ് അല്ലേ? മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ ഗതാഗതം, പിന്നെ മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുന്ന ഗതാഗത മാർഗം. ഇനി അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. 4 പോയിൻറ്റ്സാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? 4 പോയിൻറ്റ്സ് ഈ ടേബിളിൽ നിങ്ങളെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? ഏതാണ് കിഴക്കിൻ്റെ വെന്നീസ്? നമ്മൾ പഠിച്ചേക്കണേണ്. ഏതാണ്? ആലപ്പുഴ. ഏതാണ് മക്കളെ? ആലപ്പുഴ. പ്രവർത്തനം 6 നോക്കൂ. ഇന്ത്യയെ അറിയാൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ടിനു തയ്യാറാക്കിയ ആശയപടമാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതിൽ ഏതൊക്കെയാണ് വിട്ടുപോയിരിക്കുന്നത്? ഒന്നാമത്തെ, കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ഏതാണ് കേന്ദ്രഭരണ പ്രദേശം? ഏതാണ്? ലക്ഷദ്വീപ്. ഏതാണ്? ലക്ഷദ്വീപ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ലക്ഷദ്വീപ് എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ എന്താണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം. ഏതാ തലസ്ഥാനം? മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? മുംബൈ. ഏതാണ് മക്കളെ? മുംബൈ. മൂന്നാമത്തെ കൂട്ടു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്, UP അല്ലേ? ഉത്തർപ്രദേശ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും ചെറിയ സംസ്ഥാനം തന്നെയാണത് അല്ലേ? ഏതാണ് ഏറ്റവും കുറവ് ഉള്ളത്? ഗോവ. ഏതാണ്? ഗോവ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. അത് തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. സംസ്ഥാനത്തെ തിരിച്ചറിയാൻ പറഞ്ഞേക്കുവാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം കൊൽക്കത്ത. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അത് ഏത് സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാൾ. ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം ഏതാണ്? കൊൽക്കത്തയാണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതാണ്? പശ്ചിമ ബംഗാൾ. പ്രവർത്തനം 7 നോക്കൂ മക്കളെ. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇവിടെ കുറച്ച് സാധനം തന്നിരിക്കണം. ഇൻലൻഡ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇൻലൻഡ് ആയിരുന്നു. പിന്നെന്താ? ടെലിഫോണായി. പിന്നെ ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ അല്ലേ? വ്യക്തിഗത ആശയവിനിമയ രീതികളും ബഹുജന ആശയവിനിമയ രീതികളും തമ്മിൽ താരതമ്യം ചെയ്ത് ഉദാഹരണ സഹിതം കുറിപ്പെഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ വ്യക്തിഗത ആശയവിനിമയം എന്ന് വെച്ചാൽ എന്താ? വ്യക്തിഗത ആശയവിനിമയ രീതി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു? ആശയങ്ങൾ വിനിമയം ചെയ്യുന്നു അല്ലേ? ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് അല്ലേ? ഒരു വ്യക്തിയിൽ നിന്ന് എന്താണ്? മറ്റൊരു വ്യക്തിയിലേക്ക് ആശയവിനിമയം നടത്തുന്നു. വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു? ആശയവിനിമയം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങളോ സന്ദേശങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തിഗത ആശയവിനിമയം. അതായത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ മെസ്സേജുകളും ഒക്കെ വിനിമയം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ബഹുജന ആശയവിനിമയം, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? നമ്മുടെ ഫാക്സ്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അയക്കാൻ ഫാക്സ്, ടെലിഫോൺ അല്ലേ? ടെലിഫോണ്. പിന്നെന്താണ്? കത്ത് അല്ലേ? കത്ത്, ടെലിഫോൺ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തിഗത ആശയവിനിമയ രീതി എന്ന് പറയുന്നത്. ഇനി ബഹുജന ആശയവിനിമയ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സന്ദേശമോ ആശയമോ ഒരേ സമയം വലിയ ഒരു ജനവിഭാഗങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളിൽ കുറേ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? അതെന്ത് വഴിയാണ്? സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി. അതാണ്. ഇപ്പോൾ ഒരു സന്ദേശമോ എന്തെങ്കിലും ഒരേ സമയം
ഒരുപാട് പേർക്ക് അല്ലേ, ഒരേ സമയം എന്താണ് ഒരുപാട് പേർക്ക് എന്തായിരുന്നു, ഒരുപാട് പേർക്ക് സന്ദേശം എത്തിക്കാൻ കഴിയുന്നത് അല്ലേ, സന്ദേശം എത്തിക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, ബഹുജന ആശയവിനിമയം. അതായത് ഒരേ സമയം ഒരുപാട് പേർക്ക് നമ്മൾ സന്ദേശങ്ങൾ എത്തിക്കുകയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി, ഇപ്പോൾ ഇതുവഴി ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അല്ലേ. അതുപോലെ അതിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, മൊബൈൽ ഫോണ് അല്ലേ, മൊബൈൽ ഫോണ്, പിന്നെന്താണ് നമ്മുടെ ന്യൂസ് പേപ്പർ വഴി ഒരുപാട് പേരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തുന്നു. ന്യൂസ് പേപ്പർ, പിന്നെ നമ്മുടെ ചാനൽസ് അല്ലേ, TV ചാനൽസ്, ഇതൊക്കെ വഴിയാണ്. അപ്പം ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി തന്നിരിക്കുന്ന ലോഗോകളിൽ ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ട ലോഗോ കണ്ടെത്തി എഴുതുക. ഇതിൽ ഏതാണ് ഇന്ത്യൻ തപാലുമായിട്ട് ബന്ധപ്പെട്ട? B. ഇതാണ് എന്ത്, ഇന്ത്യൻ തപാൽ പോസ്റ്റൽ ലോഗോ അല്ലേ. തപാൽ പോസ്റ്റൽ ലോഗോ ഇതാണ്. തപാലുമായി ബന്ധപ്പെട്ട ലോഗോ ഏതാണ്? ഇതാണ് ശരിയായ ആൻസർ. B ആണ് ശരിയായ ആൻസർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ അഗെയിൻ. താങ്ക് യു.